So I think moving on to the next third topic. Janmani and Rekha. Alla. They don't ever come together. Sridu. But basically they don't also. No. The Tamil person and Bengali person. Krishna Kumar. Why the fuck are they on Malayalam Big Boss? Actually, അതൊരു ഭയങ്കര. Okay, before everybody starts attacking me, I like Janmani as a person. I don't have any issues with her. She's a very nice person. She's playing the game well also. Everything agreed. But I feel like them being on Malayalam Big Boss, both of them being on Malayalam Big Boss, is fucking annoying for me. Okay, first of all, regardless of the place of birth, giving inclusivity to a transgender because they are not being included everywhere, that's why she is here. And main one point I'll tell you. ജാൻമുനി കഴിഞ്ഞ 14 വർഷമായിട്ട് കേരളത്തിൽ മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈവൻ യു ആർ എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. കേരളത്തിൽ രഞ്ജുമാരും ജാൻമുനി ദാസുമാണ് വെഡ്ഡിങ് മേക്കപ്പ് തന്നെ കൊണ്ടുവന്നത്. സോ ദേ ഹാവ് എൻ എക്സിസ്റ്റൻസ് ഇൻ കേരള. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ വന്ന് വർക്ക് ചെയ്തു? കാരണം ബംഗാളിൽ അവർക്ക് ആ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻക്ലൂസിവിറ്റി കിട്ടാത്തത് കൊണ്ടാണ്. ദേ ഹവ് ഗോട്ട് ഇറ്റ് ഹിയർ. ഇനിയിപ്പോൾ ബംഗാളി ബിഗ് ബോസിൽ എന്തുകൊണ്ട് ജാൻമണി ദാസ് പോകുന്നില്ലെന്ന് വെച്ചാൽ അവിടെ എക്സിസ്റ്റൻസ്, അവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് അത്രയും എക്സിസ്റ്റൻസും ഇൻക്ലൂസിവിറ്റിയും ഇല്ലാത്തതുകൊണ്ട്. സോ അവർക്ക് എന്താ എവിടെയും ദേ ഡോണ്ട് ഡിസേർവ് പ്ലേസസ്. സോ ഐ വുഡ് ജസ്റ്റ് ലൈക്ക് ടു മേക്ക് വൺ സ്റ്റേറ്റ്മെന്റ് ഹിയർ. അത് ഈ നിങ്ങൾ ഇനി കൗണ്ടർ ചെയ്താലും എനിക്കതിന് പ്രത്യേകിച്ച് ഇതിന് മുകളിലേക്ക് എനിക്കിതൊന്നും പറഞ്ഞു വെക്കാനില്ല. കാരണം നമ്മൾ താമസിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ഈ പറഞ്ഞ പോലെ മലയാളം ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന കേരള റീജിയൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ പറയുന്ന ഒരു സംസ്ഥാനത്ത് ബംഗാളിൽ നിന്നാണെങ്കിലും നോർത്ത് ഈസ്റ്റിൽ നിന്നാണെങ്കിലും അവിടുന്നും ഇവിടുന്നും പല ജോലികൾക്കായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ സംസ്ഥാനങ്ങളിൽ അവർക്ക് തൊഴിലിൽ നിന്ന് കിട്ടുന്ന ശമ്പളം, അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റും ഒന്നും പറ്റാതെ ഇത്രയും ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് നമ്മുടെ കീഴിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു പരിധിവരെ പലരും നമ്മൾക്ക് മുകളിൽ പണിയെടുത്ത് നമ്മളെക്കാൾ നന്നായി മലയാളം സംസാരിക്കാൻ അറിയുന്നവരുമായ അത്രയും ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ ഒരു കേരളത്തിലെ മലയാളികളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിലുപരി ഞാൻ നോക്കി കാണുന്നത് ഒരു മലയാളി കമ്മ്യൂണിറ്റിയുടെ അകത്ത് പെട്ട ആൾക്കാരാണ് അവർ. അപ്പോൾ ഞാൻ അതിനെ കാണുന്നത്, ഇപ്പോൾ നീ പറഞ്ഞ പോയിന്റിനോട് ഞാൻ ഉള്ള എതിർപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ദേ ഷുഡ് നോട്ട് ബി ഓൺ മലയാളി ബിഗ് ബോസ് എന്ന് നീ പറയുമ്പോൾ മൈ പോയിന്റ് ഇസ് വൈ ഷുഡൻ ദേ ബി? ബിക്കോസ് ദേ ആർ ഓൾസോ എൻ ഇൻറ്റഗ്രൽ പാർട്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളില്ലെങ്കിൽ പൂർണ്ണമായ ഒരു മലയാളിക്ക് ഇന്ന് ഈ നാളിൽ പറ്റില്ല. അപ്പൊ അത് ആ ഒരു ഇൻക്ലൂസിവിറ്റിയുടെ ഭാഗം കൂടിയാണ്. ചിലപ്പോൾ കെവിൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്ന ഇതായിരുന്നിരിക്കാം ദാറ്റ് കേരളത്തിൽ ഓൾറെഡി കുറെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കാം കഴിഞ്ഞ പ്രാവശ്യം നാദ്രൻ എടുത്തതുപോലെ ഒരാളെ എടുക്കാഞ്ഞത്? ഐ പേഴ്സണലി നോ ബിഗ് ബോസ് വേറെയും കുറെ ട്രാൻസ്ജെൻഡേഴ്സിന് ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ചിലപ്പോൾ ബിഗ് ബോസ് എന്നൊരു ഷോയിലേക്ക് വരാൻ മാത്രം പേഴ്സണാലിറ്റി ഉള്ള കുറെ ആൾക്കാർ ഒരു നമ്പർ ഓഫ് ട്രാൻസ്ജെൻഡേഴ്സിനെ നോക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ നോക്കുന്നതിനേക്കാൾ നമ്പർ കുറവായിരിക്കും. ഇതിൽ ഒൺലി ഗെറ്റ് മേ ബി ലൈക്ക് ഇപ്പം ഒരു റാൻഡം എനിക്ക് ഏതെങ്കിലും ഒരു സിസ്ജെൻഡർ ഹെട്രോസെക്ഷൽ ആൾക്കാർ എനിക്ക് ഓഡിഷൻ ചെയ്യണമെങ്കിൽ എനിക്ക് പൂളിലേക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി കോമൺ, ഇറ്റ്സ് എ ലോട്ട്. എനിക്ക് കുറെ ആൾക്കാർ ഓഡിഷൻ ചെയ്യാം. പക്ഷേ എനിക്കൊരു മൂവി ക്യാരക്ടറിനോ അല്ലെങ്കിൽ ബിഗ് ബോസിനോ വേണ്ടിയിട്ട് എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നോക്കുന്ന ക്വാളിറ്റിയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ചിലപ്പോൾ ആകെ ഒരു 50 പേരെ ഉണ്ടാവുള്ളൂ. അതിന് ഏറ്റവും ടോപ്പ് പേഴ്സണാലിറ്റിയെ നോക്കി എടുക്കുമ്പോൾ അങ്ങനെ വന്ന ഒരാളാണ് ജാൻമുനി ദാസ്. Even I feel like we can't say that we shouldn't involve അവരൊരു ബംഗാളി ആയതുകൊണ്ട് അല്ലെങ്കിൽ തമിഴ് ആയതുകൊണ്ട് അവരെ ഇൻവോൾവ് ചെയ്യാൻ പാടില്ലെന്നല്ല. വി ഷുഡ് മേക്ക് ഇറ്റ് ഫേവറബിൾ ഫോർ ദം ഓൾസോ അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് കാണുമ്പോൾ ഇങ്ങനൊരു സംസാരം അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം വരുന്നത് തന്നെ ഈ ഒരു ലാംഗ്വേജ് ബാരിയർ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ജാൻമണി നല്ല സൂപ്പറായിട്ട് മലയാളം പറഞ്ഞിരുന്നെങ്കിൽ I mean, what is a big തള്ളി പറയാതെ ചേർത്ത് പിടിക്കാന്നുള്ള സീനാണ്. എക്സാക്ട്ലി, ദാറ്റ്സ് വാട്ട് വി ക്യാൻ ഡു. അപ്പോൾ ഈ ലാംഗ്വേജ് ബാരിയർ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുമ്പോൾ വാട്ട് ബിഗ് ബോസ് ക്യാൻ ഡു ഇസ് ഒന്നുകിൽ അവർക്ക് മലയാളം പ്രോപ്പറായിട്ട് അറിയാമെന്നോ നോക്കണം. അറിയില്ലെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഓഡിയൻസിന് ഇവരും തമ്മിലുള്ള ആ ഒരു വലിയ ഗ്യാപ്പ് എങ്ങനെ മാറ്റി കൊടുക്കാം എന്നുള്ള ദേ ഷുഡ് ബിൽഡ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഓഡിയൻസ് ആൻഡ് ദം. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് വി ക്യാൻ ഡു. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഹൗ ഷീ ഹാസ് ഇമ്പാക്റ്റഡ് ദി മലയാളി ഓഡിയൻസ്. സോ സച്ചി പറഞ്ഞ പോലെ സച്ചി റിയാസും പറഞ്ഞ പോലെ 14 years 13 years ആയിട്ട് ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് മേക്കപ്പ് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്.
മാത്രമല്ല how she has been and her contribution is quite evident, which has an impact in Malayali audience. മാത്രമല്ല അതുകൊണ്ട് ജാൻമണി ദാസിൻ്റെ ഒരു സംഭവം I will vouch for it, but I still have a contradiction for Sritu. Okay, why? Because she has a contribution in another way. I mean through serials, but ജാൻമണി അവിടെ വന്ന് കളിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട്. Her contribution in the game also is quite important. That is true. Sritu game കളിക്കുന്നില്ല. Yeah. Not just how like Big Boss'ൽ വരുന്നതിനെ കുറിച്ച് മാത്രമല്ല, how they are like working out in Big Boss is quite important. How Janmani, I totally agree to it. How she is, but Sritu I don't. അവിടെയും ഐ തിങ്ക് ശ്രീതുവിനെ ഗെയിമിൽ നിന്ന് ബാക്കിലോട്ട് വലിക്കുന്നത് പുള്ളിക്കാരിയുടെ ലാംഗ്വേജ് ബാരിയർ അല്ല. ദ എഫേർട്ട് ഷീ ഈസ് പുട്ടിങ് ഫോർ ദ ഗെയിം, ദ വേ ഷീ ഈസ് പ്ലേയിങ് ഇറ്റ്, അതെല്ലാം മാറ്ററാണ്. അതൊന്നും സെറ്റായി വരുന്നില്ല. മേ ബി ശ്രീതു എന്ന് പറയുന്ന ഒരു സീരിയൽ ആക്ട്രസിന് പകരം വേറൊരു സീരിയൽ ആക്ട്രസിനെ അവർക്ക് കൊണ്ടുവന്നിരിക്കാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് തമിഴ് സീരിയൽ ആക്ട്രസ്. ദേ കുഡ് ഹാവ് ബ്രിങ് വേറെ ഏതെങ്കിലും ഒരു സീരിയൽ ആക്ട്രസ്. ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഇസ് എ ഇമിറ്റേഷൻ, പ്രതിബന്ധം ഓഫ് ദി സൊസൈറ്റി. പ്രതിബിംബം ഞാൻ ആ വാക്ക് ഞാനത് ഓക്കെ that's fine. I'll say imitation. It's an imitation of our society. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ വേൾഡ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കേരള ഓഡിയൻസിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ രണ്ടുപേരുടെ പോയിന്റ്സ് ക്ലബ് ചെയ്താണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒത്തിരി ആൾക്കാർ വന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഈ പറഞ്ഞ പോലെ നമ്മളെക്കാൾ മേലെ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ എക്നോളജി ചെയ്യുക, അവരെ ലോകത്തിന് മുന്നിൽ കാണിക്കുക. ഇങ്ങനെയുള്ള കുറെ, അതും ഒത്തിരി ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഈ ബിഗ് ബോസിൽ വരണേ, അവരുടെ ഒരു എക്സിസ്റ്റൻസ് കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹോൾ ഷോ. കഴിഞ്ഞോ? തുടങ്ങാം. First point. So, my deepest concern, okay, for the transgender community is the reason that I wanted to put this point across. Because I'll tell you, like I was not as open to LGBTQA++ community as I am right now till Riaz came into my life. Okay, that is through Big Boss. Okay, why? Because he was able to communicate that to me. Okay, so first things first, the whole point why I put it across is because, like he said, transgenders are already a minority community which has a level of hate. Okay, which has a level of hate amongst the cisgenders and amongst the 70% of 70 അല്ലെങ്കിൽ more TG of Big Boss audience have hate towards the transgender community. Yes, so if we don't get somebody who cannot put across their opinions well across to the table, the education is not going to happen. And according to me, when he came on season 5 and said season 5, I know what I'm saying. 5. Oh, educate and impact was something that was intense for me, because the way he did that in season 4 was the fucking difference of season 4. Okay? Yeah. Point number 1. Okay. Point number 2, your point. There are people who have come here, but at the same time, there are people who have gone out more, way more. Okay? But I am not even catching that point. I am talking clearly on communication skills. The fact that this woman has been here for 14 years and she cannot speak our language properly, when my person who's working in my for my family, അവൻ 2 വർഷത്തിനുള്ളിൽ ലാംഗ്വേജ് പിക്കപ്പ് ചെയ്തു. കാരണം ദാറ്റ് ഇസ് ദി എഫേർട്ട് ഹി പുട്ട് ഇൻ ടു പിക്കിംഗ് അപ്പ് ദാറ്റ് സ്കിൽ. ഓക്കെ, ആൻഡ് അവനത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 14 years ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് മലയാളം ഇത്രയും, ഐ എം നോട്ട് ഡൺ, ലെറ്റ് മീ ഫിനിഷ്, എന്തുകൊണ്ട് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല? സോ ഫോർ മീ ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ, ആർ യു ഹിയർ ജസ്റ്റ് ഫോർ ദ ബക്സ്? ഓക്കെ, പ്ലസ് if I had a problem, I would have had a problem with Aparna Malbari. Yeah. She's white and she was represented on Big Boss. But I didn't have a problem with Aparna Malbari because she was fucking able to speak the language.
Okay. Okay. Very. It's not Much more. No, not done. Third point. His point. Every other contestant picked were fucked up. Like the Big Boss community, like the selectors made a mistake. Transgender community, you were the right choice. That's not okay. Like, how can you say that each and every thought we discussed on, he was like, yeah, Big Boss people, you guys picked the wrong person. Yeah. Suddenly transgender, you guys picked the right person. Thank you so much. You answered his question because the number of people. He said that was his first response. I don't agree to that. Is the right person because when comparing the other contestants, she is entertaining, she's playing the game, which other contestants are not doing. That's Sritu, why. example Sritu. Yeah, Janmani that's ആണ് why Sritu ആണ് she's the active. right. And also the Point number one. skill Point sets you're number talking one. about. Point number one. Kevin. That is, the transgender community is already something that needs representation, and only a platform like Big Boss would even attempt that. ഫസ്റ്റ് ഓഫ് So ഓൾ if ബിഗ് you- ബോസ് ഞാനൊരു കാര്യം പറയട്ടെ, ബിഗ് ബോസും ഏഷ്യനെറ്റും ഭയങ്കര അങ്ങ് സോഷ്യലി നല്ലത് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നൊന്നും അല്ല. ഒരിക്കലും അല്ല. ഇതൊക്കെ ബ്രാൻഡ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. Suddenly അവര് എല്ലാ സീസണിലും double standards. No, it's not my double standard because I'm not Educated running. by I am not running the show. I am not running the show. ഇവര് ഒരു സീസണില് ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഒരു LGBTQ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാർ അവർ നിർബന്ധമായിട്ട് കൊണ്ടുവരുന്നതാണ്. ഫോർ അവർക്ക് റെപ്രസെന്റേഷൻ അവർ കൺസിഡർ ചെയ്യുന്ന കാണിക്കുക. That's a brand ka strategy they are doing. Don't It's you the think they are marketing. representing the entire community? As in? അപ്പൊ അവരങ്ങനെ കൊണ്ടുവരുമ്പോ അതാ ഞാൻ യു ആർ സേയിങ് എ പ്രോപ്പർ റെപ്രസെന്റേഷൻ. യു കാൻ സേ വാട്ട് ഇസ് പ്രോപ്പർ റെപ്രസെന്റേഷൻ അക്കോർഡിംഗ് ടു യുവർ എക്സ്പെക്ടേഷൻ ഓഫ് സ്കിൽ സെറ്റ് ഇൻ അതർ പീപ്പിൾ. ജാൻമണി ദാസിന് മലയാളം പ്രോപ്പർലി 14 വർഷം കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് ജാൻമണി ഇല്ലാത്തൊരു സ്കിൽ സെറ്റ് ആയിരിക്കും. That is very subjective. That's why. How can you blame somebody saying she is speaking Malayalam? If you're clearly നോക്കിയിരിക്കുകയാണെങ്കിൽ മനസ്സിലാവും. It's not like she can't speak Malayalam. She can speak Malayalam. And also learning a new language is always appreciative. And I will also exactly. She's a Bengali. Why I'll say why Riyaz's point, why he said it was a right choice. Why I'll say it. കാരണം അവൻ ബിഗ് ബോസിലെ 5th സീസണിൽ പോയപ്പോൾ അവൻ 2 ടേം പറഞ്ഞു, ഇമ്പാക്ട് ആൻഡ് എഡ്യൂക്കേറ്റ്. Entertain, educate and make an impact. സോ ജാൻമനി ഇപ്പോ ബിഗ് ബോസിൽ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇമ്പാക്ട് ഉണ്ടോ? ഇമ്പാക്ട് ആള് ഇവിടെ ഉണ്ടായ സമയത്ത് 14 വർഷത്തിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ പ്രോപ്പറായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവൻ ആ ഒരു സംഭവം പറഞ്ഞേക്കണത്. എഡ്യൂക്കേറ്റിംഗ് നടക്കണേയിരിക്കും. Her existence itself in the Big Boss house is an education. No. It is. No. And For she people, telling her story is എടാ എല്ലാവർക്കും എല്ലാരെയും എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള you said maybe communication ability ഇല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല ഞാൻ പറയട്ടെ, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എഡ്യൂക്കേറ്റ് ചെയ്യണം നിർബന്ധമാണ്. Or it's a fixation that transgender people have to educate. They can't just simply exist. That's what. അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. You said that. No, I said ഈ റെപ്രസെന്റേഷൻ അങ്ങനെ ഈസിലി കിട്ടുന്ന ഒരു റെപ്രസെന്റേഷൻ അല്ല സൊസൈറ്റിയിൽ. അതുകൊണ്ട് she has the burden of educating. Yes. Not necessary. No. She Not doesn't. necessary. അത് നമ്മള് ഈ ഗേ പീപ്പിൾ കമ്മിങ് ഔട്ട് ഓർ നോട്ടിന്റെ ചോയ്സ് ചോദിക്കത്തില്ലേ? ചില ആൾക്കാർ they have to come out and educate people. If people feel like I don't want to come out because I don't have to come out because being gay or being lesbian is like I don't have to. Do you come out every day and say I'm heterosexual, I need more this thing? No. This is not that. This is exactly that. She can simply exist as a transgender without educating people. Why can't she? Never question that on real world. This is Big Boss. I still remember കഴിഞ്ഞ സീസണിലാണെന്ന് തോന്നുന്നു ഒരു എപ്പിസോഡിൽ മോഹൻലാല് ഐ തിങ്ക് എ പേഴ്സൺ ഫ്രം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അവരെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്താണ് വന്നിരിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു പോയിന്റ് മോഹൻലാലിന്റെ സൈഡിൽ നിന്ന് കേട്ടതായി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് പ്രൂവ്സ് ഐ തിങ്ക് കെവിൻ്റെ പോയിന്റ് ടു ആൻ എക്സ്റ്റെൻറ്റ്. ലൈക്ക് അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ വേണം എന്ന ഉള്ള ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ആ ഒരു സാധനം വന്നത് തന്നെ ത്രൂ ബിഗ് ബോസ് ആണ്. മനസ്സിലായി? ബിക്കോസ് മോഹൻലാൽ ഇറ്റ് സെൽഫ് സെറ്റ് ദിസ് പോയിന്റ്. അത് ഏത് ട്രാൻസ്ജെൻഡർ ആണ്? ഐ ഡോണ്ട് റിമെമ്പർ. നാദ്ര. എക്സാക്ട്ലി, ഇറ്റ് വാസ് നാദ്ര. ഇനീഷ്യൽ ടൈമിലാണ് നാദ്ര ഒന്നും ചെയ്യാത്ത സമയത്ത് ഷി വാസ് നോട്ട് ആക്റ്റീവ് ആൻഡ് ഓൾ. ദെൻ മോഹൻലാൽ പോയിന്റഡ്, നിങ്ങൾ ഇങ്ങനെ ഒരു വലിയ കമ്മ്യൂണിറ്റീനെ
പ്രസൻറ്റ് ചെയ്താണ് വന്നത്, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല ഇതിനെപ്പറ്റി? ഒന്ന്, പണ്ട് സൂരജ് എന്ന് പറഞ്ഞിട്ടൊരു ആള് വന്നിട്ടുണ്ടായിരുന്നു. People were pointing out him, saying that why he is not standing up for the people, for his community and all. Appo I think even I did. Yeah. Exactly. Fuck you, bitch. But he made his point very clear. എനിക്ക് LGBTQ സാധനം വരുമ്പോ മാത്രമേ ഇല്ല, അവിടെ എനിക്കൊരു പോയിന്റ് ആഡ്. sorry to say Let me complete. that is how you are. Let me Learn, complete. accept that. let me complete. And you think whatever you say and your expectation Shut up, other people are right. Let her complete. Yeah. So ഇങ്ങനെ ഒരു പ്രസ്താവന മോഹൻലാലിന്റെ സൈഡിൽ നിന്നും ഈ പറയുന്ന ബാക്കിയുള്ള മുമ്പത്തെ സീസണിലെ ബിഗ് ബോസ് കോണ്ടസ്റ്റൻസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായി തുടങ്ങിയ ഒരു സാധനമാണ്. നിങ്ങളൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുവാണെങ്കിൽ നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. ബട്ട് സ്റ്റിൽ പേഴ്സണലി ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഇസ് നോട്ട് നെസസറി. സൂരജും നാദ്രയും ഇനാക്റ്റീവ് ആയിരുന്ന സമയത്താണ് ഇത് കൊണ്ടുവന്നത്. Exactly. Which is the problem. അവർ ആക്റ്റീവ് Suraj wasn't doing anything. That's when I said at least do this. കാരണം അവർ ആക്റ്റീവ് ആയിട്ട് ഇഫ് ദേ വർ ദേർ ഷോയിങ് ദേർ പ്രസൻസ് ഒരിക്കലും വന്ന് ചോദിക്കില്ല നാദ്ര എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, നോ ബഡി വിൽ ആസ്ക്. ബട്ട് ഷി വാസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ബേസിക് ഇതാണ്, ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവയർനെസ് എങ്കിലും ചെയ്യാം, അതെങ്കിലും ചെയ്തുകൂടെ. How many times did you have to rewatch that particular situation? Just Again I have a solution. Subtitle. അല്ല, just answer that. No, that Asian particular TVയില് എങ്ങനെ റിവൈൻഡ് ചെയ്യുമോള്? ഏഷ്യാനെറ്റ് ടിവിയില് ഞാൻ റിവൈൻഡ് ചെയ്യാതെ കണ്ടു, ഒരു പ്രാവശ്യം മതിയായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. No, അല്ല അത് ആ പുള്ളിക്കാരി just that is the whole thing. Okay. No, that was See, clear. അവള് ചാടി കയറി ഇതെന്റെ കമ്മ്യൂണിറ്റിയാണ് ഞാൻ പറയുന്നു പറഞ്ഞ രീതിയിൽ അവള് സംസാരിച്ചു. സൂപ്പർ ഓക്കെ ഇഫ് ദിസ് വാസ് എ നോർമൽ സിറ്റുവേഷൻ. ബട്ട് ഐ എം സെയിങ് അവിടെ അവള് സംസാരിക്കുന്നത് ഹാസ് എൻ ഇമ്പാക്ട്. അത് മനസ്സിലാവാതെ പോകുന്നത് അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. Okay, well, what I am thinking is, what I am seeing here is a lot of things that you are trying to put forth. അത് ഡയറക്ട്ലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി അതിന്റെ പല ഫാക്ടേഴ്സും വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ദാറ്റ് ഇസ് വൈ ഈ പറഞ്ഞ ഒരു ഡിസ്കഷൻ വരും and then there is a counter, but you have a sub factor that counters that particular opinion. But problem is that is also getting countered because she has another sub counter to that which is completely subjective again. There is I'm not putting you down or I'm not putting you guys down. It's just that it's okay. That's how it should be. Now my biggest concern, okay, reservation എന്ന് പറഞ്ഞൊരു ഫാക്ടർ, ഓക്കെ, ഇന്ത്യയിൽ മൊത്തത്തിലുള്ളൊരു ഫാക്ടറാണ്. ദാറ്റ് ഈസ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സാധനമാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. കറക്റ്റ്, സോറി, ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. Entertainment industry is not an organized industry. It is not a public sector. It is mainly private sector. Okay? So such things are not going to exist. അതുകൊണ്ട് ഹിന്ദി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എത്ര ഐട്രേഷൻസ് കഴിഞ്ഞിട്ടാണ് മലയാളം ബിഗ് ബോസ് വന്നത്? ഓക്കെ, ഇന്ന് ആസ് എ മലയാളി ക്രിയേറ്റർ, ഓക്കെ, ലെറ്റ്സ് സേ ഐ ഹാവ് 1 million followers as a Malayali creator. If I apply for Hindi Big Boss, I am not getting in. Okay? I am never going to get in. Because an Elvish Yadav is going to fuck my case. Because the number of people who speak Hindi versus the number of people who speak Malayalam is way different. So according to me, a Malayalam Big Boss is a reservation for Malayali people. And I share the same thing when a Anya Samsthana person comes and acts as a Kerala Malayali girl. ഒരു മലയാളി മാൻ ആയിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ 1-2 ആൾക്കാർ വരും. പക്ഷേ ഗേൾസ്, ആക്ട്രസസ്, we see a lot of women come in from other states. It is taking away the opportunity that an aspirant, a Malayali actress has. Similarly here, a person who speaks Malayalam has. It is taking away from that opportunity. I will not counter to this. Let's end it on that. Yeah, I mean, I don't want to, like I said,
ഈ പറയുന്ന എല്ലാ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കാരണവശാലും അഗ്രി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. You can't end it there. That cannot be, like I said, നേരത്തെ ഡിസ്കഷൻ പോലെ തന്നെ നമ്മൾ ഓപ്പൺ ഡിസ്കഷൻ. ഇറ്റ് ഇസ് എൻ ഓപ്പൺ ഡിസ്കഷൻ. നമ്മൾ ഈ പറയുന്ന കെവിൻ പറയുന്ന കാര്യങ്ങളിൽ ഞാനോ അല്ലെങ്കിൽ ഇവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് അഗ്രി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ഈ ക്ലോസിംഗ് നോട്ടിനോട്ട്. പക്ഷെ ഇതിന് മുന്നോട്ട് നമുക്ക് ഈ ഡിസ്കഷൻ കൊണ്ടുപോകാൻ ഇന്ന് നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. Who else like do not agree with what he's just said? I definitely don't agree with him. 1, 2, 3, 4. Elvis? I agree partially. Okay, that is also fine because see, nobody is judging this. Yeah. So at least when So you said Hindi speaking people ellarkum vendiyullana Hindi Big Boss. Why fucking Abdul Rozik is on Hindi Big Boss? Just marketing. and Guys, no, comment below. wait. Why an Abdul Rozik is on Big Boss? Because he was bigger than Big Boss. He was an international creator. An international creator who was bigger than Hindi Big Boss came onto the show. Sorry to say that. Since it's a transgender person, since she is from Bengal, maybe Bengal opportunity orikkalum she might not get. Sorry. Yeah, you don't have to. And also for me, കഴിഞ്ഞ 14 വർഷമായിട്ട് ഇവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്ത ആള്, for me she is a Keralite and she deserves to be in Big Boss. I clearly want to say that if a transgender person or somebody from LGBTQIA+ community is coming on Big Boss, it's not necessary. You should expect this kind of skill set ഇവർക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ലെവൽ ഇത്ര ആൾക്കാർക്ക് പകർന്നു കൊടുക്കണം, അങ്ങനെയുള്ളൊരു യാതൊരു എക്സ്പെക്ടേഷൻ്റെയും ആവശ്യമില്ല. സോ നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് എപ്പിസോഡ്സ് അല്ലാതെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഏറ്റവും നമ്മുടെ സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് ആയ റീൽസിൽ റിയാക്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കൂലേ, ആ പരിപാടി നമ്മളൊന്ന് മാറ്റി പിടിക്കുകയാണ്. അതെ, ഫ്രണ്ട്സ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്താ 3 റോക്കിയോ? Wow, I don't like Rocky, but he nailed it. On your face എന്നൊക്കെ പറഞ്ഞത്. Spontaneous as fuck, bro. Jasmine like bye. കിട്ടിയോ ഇല്ല ചോദിച്ചു അങ്ങോട്ട് ചൊറിഞ്ഞു വാങ്ങി. അതെ. This is actually ചതിക്കാത്ത ചന്തു. ചതിക്കാത്ത ചന്തു കണ്ടിട്ടുണ്ടോ? അതിനകത്ത് 3 പേരില്ലേ? അതുപോലെയാണ് ഇവിടെ രശ്മിൻ ബായിയും ജാസ്മിൻ ഇല്ലാത്തപ്പോ ജാസ്മിൻ ഇവിടെ ഇരിക്കുമ്പോ ഗബ്രീന്റെയും സീൻ കണ്ടിട്ടുണ്ടോ? ഗബ്രിയും ജാസ്മിനും കൂടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ജാസ്മിൻ ഭായ് വന്നിരുന്നു. ജാസ്മിൻ ഭായ് വന്നിരുന്നല്ല, ഗബ്രി ആസ്റ്റ് എന്റെ കയ്യിൽ വന്നിരിക്കാവോ. ജാസ്മിൻ കിടന്ന് ഉറങ്ങായിരുന്നു. ഗബ്രി ആസ്റ്റ് എന്റെ കയ്യിൽ വന്ന് ഹോൾഡ് ചെയ്തിരിക്കാവോ 5 മിനിറ്റ് എന്ന്. ഷീ കെയിം, വന്നിരുന്നു, കൈ പിടിച്ച് കിടന്നു. ഒരു അപ്പൊ തന്നെ ഗബ്രി എഴുന്നേറ്റ് നേരെ ഡ്രസ്സിംഗ് റൂമിലൊക്കെ പോയി. എന്നിട്ട് ഇപ്പൊ വിളിക്കണ്ട, ഞാൻ ബിസിയാണ്. പക്ഷെ വൺ തിങ് ഐ ഫെൽറ്റ്, സോറി ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ ഇപ്പൊ ബിസിയാണ്. ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ടുള്ള ഒറ്റയ്ക്കുള്ള കോൺവെർസേഷൻസ് ബിഗ് ബോസ് അലോ ചെയ്യാൻ പാടില്ല. കാരണം ഡ്രസ്സിംഗ് റൂം മുമ്പേ ഉണ്ടായിരുന്നില്ല, ആൻഡ് ഡ്രസ്സിംഗ് റൂമിൽ ക്യാമറ ഇല്ല. സോ 2 പേർ കയറി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് ദാറ്റ്സ് റൂൾ ബ്രേക്ക്. ഗബ്രി അതിനകത്തിരിക്കുന്നു. അപ്പൊ ഉടനെ ജാസ്മിൻ ഓടി പോകുന്നു. എന്നിട്ട് കുറച്ചു നേരം അതിനകത്തിരിക്കുന്നു. We don't know what happened there. തിരിച്ചിറങ്ങി വരുന്നു. Then ജാസ്മിൻ എടാ നീ പൊക്കോ ഗബ്രി വരും. Then again രശ്മിൻ ഭായ് അകത്ത് കയറി പോകുന്നു. എന്നിട്ട് എടാ നീ കള്ള സം വോയിസ് ഓവർ കേൾക്കുന്നു. എപ്പോഴും ഇതൊക്കെ കണ്ടിരുന്നു. ഇല്ല, ഇങ്ങനത്തെ സ്പൈസി സാധനങ്ങളൊക്കെ ഞാൻ കൊത്തിയിരുന്ന് കാണാം. Oh, this should be gold. പ്രാക്ക് what?
ചോട്ട മുംബൈ. ഒരു കഴിവില്ലാത്തവൻ അതൊന്നും ചെയ്യാൻ പറ്റില്ല. മടിയെന്ന് പറഞ്ഞ് ട്രോഫി അടങ്ങ് കൊടുത്തിട്ട് പുറത്താകാൻ പോട്ടെ എന്തോ കേട്ടോ ദൈവം ദൈവമല്ല മോനെ ബിഗ് ബോസ്. Pause that. No, why he sounds like Nagasiren 3? നശിച്ചു പോവും. ഒരു കഴിവില്ലാത്തവൻ നശിച്ചു പോവും. പറയുന്നില്ല. എന്റെ മുമ്പിൽ കാണാൻ വന്ന് നിന്ന് അതുകൊണ്ടായിരുന്നു. He told that actually he told that. Oh wow, guys, go crazy in go crazy with this idea. Later. ഇറങ്ങി പോടാ. ഞാൻ എനിക്ക് വേണ്ടി എഴുതിയ പാട്ടാണെന്ന് ഒരാഴ്ചത്തെ സംഭവം ആണല്ലോ, ഒരൊറ്റ റീലായത് ഇങ്ങനെ ഇരിക്കും. സത്യം ഒരാഴ്ചത്തെ കണ്ടന്റാണ് ഇപ്പൊ കണ്ടത്. കുറച്ച് ഇമോ ആവാം നമുക്ക്. ഞാൻ ആ ചേച്ചി മിസ് ചെയ്തിരിക്കുകയായിരുന്നു കഥയിലത് ചെയ്യുന്നത്. It's so funny to see them in this baby costumes and crying. I feel like too much crying is happening, no? Too much crying. Yeah, too much crying. മറ്റേ എല്ലാ കളികളുടെ ഇടയ്ക്കും രണ്ട് ടീം ബാറ്റ് ചെയ്യുമ്പോഴും 6 അടിച്ചാലും മറ്റൊരു 6 കൗണ്ടർ ഉണ്ട്. ലൈക്ക് ഒരു ടൂർണമെന്റ് കഴിയുമ്പോൾ എത്ര 6 അടിച്ചു അതേപോലെ ഒരു ക്രൈ കൗണ്ടർ വെക്കണതാണ്. 10 ദിവസത്തിൽ 100 പ്രാവശ്യം Exactly, true. Everybody. Oh, Jindo bro. മുത്തിന്റെ ആക്ടിംഗ് സ്കിൽസ് ഒക്കെ ഇപ്പൊ കാണാം. എങ്ങനെയാണോ ഒരു ഫ്ലിപ്പ് ഉണ്ട്. No, the thing is that നമ്മൾ ഇത്രയും ചിരിക്കുന്നു, അവിടെ ആ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറാസ് അല്ലാതെ ഓരോ മിററിന്റെ ഫ്രണ്ടിലും ക്യാമറാമാൻമാരുമാണ്. There are camera people. They might be fucking laughing. അത് മറ്റേ സീനാ. മറ്റേ ആ മിറർ അല്ലാത്ത like we don't know that other people can see through. Yeah, I think Big Boss should put BTS of all of these things. നിങ്ങൾ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ പറഞ്ഞില്ലേ ക്യാമറയുടെ ഐ മീൻ വിൻഡോന്റെ അപ്പുറത്ത് ആൾക്കാർ ഉണ്ടെന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സീസണിൽ ഇതേമാതിരി ആരെങ്കിലും ചിരിച്ചൊച്ചയായിട്ടുണ്ടോ? ഞാൻ മറ്റേ റോബിൻ എവിക്റ്റ് ആവുന്നതിന് തൊട്ടും ഞാൻ റോബിന്റെ ബാക്കിൽ നടന്ന് ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ കുഡ് ഹിയർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫുൾ ആൾക്കാരെ ദേ കുഡന്റ് കൺട്രോൾ ലാഫിംഗ്. Yeah, they were all laughing. ഈ സൈസ് ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുള്ളൂ. മുറുക്കിന്റെ പാക്കറ്റില് മിഠായി വേണ്ട. മുറുക്കെന്ന് വെച്ചാൽ പാക്കറ്റിൽ ഇങ്ങനെ വട്ടം റൗണ്ട് ആയിട്ട് ഒരു സാധനം, വൃത്തിയുടെ സാധനം, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ മുറുക്കിന്റെ പേരെന്താ? മുറുക്കിന്റെ പേര് മുറുക്കുന്ന, മുറുക്കിന്റെ പേര് വേറെ പേരൊന്നുമില്ല. മുറുക്ക മുറുക്കൻ വേണം പാലൻ. ഞാൻ ചോദിച്ചു മുറുക്കന്റെ പേരെന്താ? പാലനില്ല ചുരുത്തി നടക്കുന്ന സാധനം പാലന്. എനിക്കറിയില്ല ഇതാണ്ടാ ചേച്ചി. മുറുക്കന്റെ പേരെന്താ? മുറുക്കൻ അല്ല. What is the Murukan name? He didn't say the name. He said
something like this, round. I didn't see what round. കഷ്ടപ്പെട്ട് വരച്ചരെ കാണിച്ചു ഇങ്ങനെ ഗൈസ്. ബിഗ് ബോസ് ഇതുകൊണ്ടാണ് പറയണത് സബ് ടൈറ്റിൽ വെക്കും. പാവത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ. Heartwarming, now heart-wrenching. എല്ലാം കൂടി എന്റെ ക്യാരക്ടർ എന്ന മറ്റേ മുമ്പിൽ ഭക്ഷണം കൊടുത്താത്തല എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇത് മാത്രമല്ല ഫസ്റ്റ് സെഞ്ചുറി, ഇതിനു മുമ്പ് നമ്മള് ഇവിടെ കൂടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് വൃത്തിക്ക് അറിയാം ചെയ്ത തെറ്റിട്ടതാണ്. എപ്പോഴും ഓനെ ന്യായീകരിക്കുന്നെന്തിനാ? എടി അത് ഓനെ ഭാഗം മനസ്സിലാക്കി. എടി ഓനെ ഭാഗം മനസ്സിലാക്കി. വീക്ക്ലി ടാസ്കിന് ഇങ്ങനെ കോലം കെട്ടി നിന്നിട്ട് പെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ട് വലിയ വലിയ പോയിന്റ് ഫണി. നീ പറഞ്ഞ നീ എന്നെ മനുഷ്യൻ കീഴല്ലേ പറഞ്ഞത്? നീ എന്നെ മനുഷ്യൻ ഡിന്നർ എടുത്തോണ്ട് റോക്കി വേണ്ട നിന്റെ ഡിന്നർ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന ഡോറ, ഞാൻ എന്റെ പവർ വെച്ച് പറയുന്നു. ഡോറ സീറ്റ് പോയിരിക്കും. ഡോറ സീറ്റ് പോയി 5 പേരെണ്ണം. അതിനുള്ളിൽ നോറ സീറ്റിൽ നീ വിവരം പറയും. 1 2 5 ഒരു മൂലയിൽ ഇതാ വാഴ വെച്ചിരിക്കുന്ന ആ മൂലയിൽ 2 സെറ്റ് ഇട്ടിട്ടുണ്ട് സാർ. അവിടെ 24/7 അവിടെ ഇരുന്നുണ്ട്. പാട്ടും പാടി മറ്റ് കലാപരിപാടികളും നടത്തി മറ്റ് യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാണ്ട് കറങ്ങി നടന്ന ആൾക്കാരെ സൂചിപ്പിച്ച് നടക്കുന്ന ഇയാളെ ഒരു കോമഡി പീസ് എന്ന് പോലും പറയാനുള്ള യോഗ്യത ഇല്ലാത്ത ഇയാൾ സ്വയം ഹീറോ എന്ന് പറയുന്നതോട് ഞാൻ പൂർണ്ണാധികം വിയോജിക്കും. ജാസ്മിൻ ലുക്സ് സാഡ്. ജാസ്മിൻ ഇങ്ങനെ എന്തിനാ എന്റെ ഗബ്രി നിങ്ങൾ ഇങ്ങനെ ഊർക്കുന്നേ? നീ ആളാണ് ഈ ബോളറേടാ. ഇനി നീ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങലാണ് കേസ്. ഇത് പക്ഷെ കൊള്ളാം. ലെറ്റ്സ് ടേക്ക് അക്കൗണ്ട്. സോ ഇതിൽ നിന്ന് തന്നെ കറക്റ്റ് വ്യക്തമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ റീലുകൾ ഏറ്റവും നല്ല പോപ്പുലർ ആയിട്ട് വരുന്നതും അവിടെ കളിക്കുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ളവർക്ക് അവിടെ സ്പേസ് ഇല്ല. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഉണ്ടാക്കാൻ നോക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഈ പറഞ്ഞ പോലെ പണവും പ്രശസ്തിക്ക് വേണ്ടി വന്നാണെങ്കിൽ കണ്ടന്റും കൂടി ഉണ്ടാക്കിക്കൊള്ളുക. പണിയെടുക്കുന്നവന് പണം ഉണ്ടാക്കും. I don't know, this is a very unpopular opinion, but here's a thread I'm putting. ഈ ജാസ്മിൻ ഗബ്രി സംഭവം ഒതുങ്ങിയാൽ ശ്രീതു അർജുൻ എന്തോ മടക്കാൻ സാധ്യത. ഞാൻ ഒരു സംശയം വെച്ചോട്ടെ, നീ 24/7 കണ്ടിട്ടാണോ ഇത് പറയുന്നത്? അല്ല, നിനക്ക് വെറുതെ തോന്നിയതാണോ? ഞാൻ റീല് കണ്ടു, ഒരു ഐ കോണ്ടാക്ട് ഭയങ്കര ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു വൈബ്, അതായത് സ്പാർക്കും ഇല്ല ഒന്നുമില്ല, പക്ഷെ എന്തോ ഒരു ഇങ്ങനെ finally Asian would be happy. എന്തോ ഇങ്ങനെ Asian would be happy finally. I'm not saying anytime soon അല്ല, അവര് നിന്നാൽ, അവര് പെർട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേമിൽ എന്തോ അർജുനും ശ്രീതും ഇനി ജബ്ബറി പോലെ പേരുണ്ടാക്കി നമുക്ക് എന്തായാലും മൂലങ്കയുടെ സഹദേവന്റെ സായം വെച്ച് നോക്കി എന്തായിരിക്കും ഇവിടെ? ശ്രീതു അല്ലേ? ശ്രീജു, അർജുനും ജുവും ശ്രീതുവും ശ്രീ. But as of now, they are just very silent people chilling. പക്ഷെ അവർ ഒരുമിച്ചൊക്കെ ചില്ല് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ആ ആംഗിൾ ഒന്ന് വീക്ഷിക്കട്ടെ. നാളത്തെ പൂവല്ല, അത് നിന്റെ മനസ്സിലെല്ലാം പോയതുകൊണ്ടാ.
അത് 4 പ്രാവശ്യം പറഞ്ഞു. ആണോ? നമുക്ക് ശ്രീജുവിന്റെ ആംഗിളിലൊന്ന് ഒരു ചെറിയ ത്രെഡാണ് ഇത്, വലിയ വർക്കൗട്ട് ഒന്നും ഫോർ ഫ്യൂച്ചർ ഞാൻ ചുമ്മാ Let's see what happens. How do you want to sum up this today's reel section? റീൽ സെഷൻ എനിക്ക് ഇഷ്ടമായി. ഞാൻ എന്റെ മെയിൻ പണി ഇതാണ് guys. സത്യം പറഞ്ഞ എപ്പിസോഡിലും കൂടുതൽ ഞാൻ ഇതാണ് എൻജോയ് ചെയ്തത്. I think a lot of people who don't watch Big Boss episodes, അവരുടെ എല്ലാം റീൽ വഴിയാണ് അവർ അപ്ഡേറ്റ് ആവുന്നത്. സോ ഞങ്ങളുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്താന്ന് വെച്ചാല്, നമ്മള് പല സെഗ്മെന്റും ഇപ്പൊ കഴിഞ്ഞു. 3ാമത്തെ സെഗ്മെന്റ് കംപ്ലീറ്റ്ലി ഓൺഡ്, മെയിൻറ്റെയിൻഡ് ആൻഡ് മോഡറേറ്റഡ് ബൈ ഞാൻ ഏറ്റെടുത്തേക്കുവാ. ഇന്നത്തെ അടക്കം ഇനി മുതൽ നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ റീൽസ് കണ്ട് അത് സെലക്ട് ചെയ്ത് ഞങ്ങളത് കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി ഇവിടെ വരുത്തി ഞങ്ങളെ ഇരുത്തി കാണിച്ച് ഞങ്ങളുടെ റിയാക്ഷൻ എടുക്കുന്നതിന്റെ എല്ലാ ചുമതലയും റീൽസ് സെഗ്മെന്റ് ഞാനിങ്ങനെ എടുക്കുവാ. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് ഇങ്ങനത്തെ ഫണ്ണി ഇൻട്രസ്റ്റിംഗ് റീൽസ് അയച്ചു കൊടുക്കൂ, ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കാം. ഞങ്ങളുടെ പേജിലേക്ക് അയച്ചാൽ കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. To wind up this session, it was very fun. നമുക്ക് മൂഡ് ഒന്ന് ലൈറ്റ് ആക്കാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ മൂട്ടിൽ തീ പിടിച്ചിരിക്കുകയായിരുന്നു. ഒന്ന് ലൈറ്റ് ആയി. From taking it online to bringing it offline is like super fun. Cool. This was fun. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും. നമ്മളും ആണെങ്കിലും നമ്മളും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ റീൽസ് ഒക്കെ നമ്മുടെ മുമ്പിൽ വന്ന് പോയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് ഇത് കൊണ്ടുവന്ന് കാണുമ്പോൾ ഇത്രയും ഫൺ ആയിരിക്കുന്നു ഞങ്ങളും അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് പറഞ്ഞാൽ മതി. കമന്റ്. അതെ, നമ്മളിപ്പം മറ്റേ നമ്മുടെ അടിച്ചർച്ചയുടെ എൻഡിങ്ങല്ലേ ഇപ്പൊ പറയുന്ന. So with that, നമ്മൾ ആ ഒരു സെഗ്മെന്റിന്റെ എൻഡിങ്ങിലേക്ക് വന്നേക്കുവാണ്. The whole intention behind this podcast itself was not ഒരു group of like-minded people coming in and saying only one thing and pushing a narrative. The whole point is to have a discussion, and in certain ways we might disagree, we might agree, but the whole point is to think. എല്ലാവരും ചിന്തിക്കണം. അതെ, നമ്മൾ ചിന്തിച്ചാൽ മാത്രം പോരാ, നമ്മളുടെ കോൺവെർസേഷൻസ് കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നി, അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡ് ഓഫ് തിങ്സ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്സ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു. അപ്പോൾ ഇവൻ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ പുഷിങ് എ സിംഗിൾ narrative. Put it in simple words, Avengers അല്ല, more like the Suicide Squad. അപ്പം നമ്മളിപ്പോ ടച്ച് ചെയ്ത ഓരോ ടോപ്പിക്സ് അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളും it opens in a discussion നിങ്ങളുടെ ഇടയിൽ. So you can just comment your viewpoints. Go wild, bro. Yeah. And you can also comment things we need to discuss for the next episode. Please suggest. നിങ്ങൾക്ക് നമ്മൾ ഇനി അടുത്ത എപ്പിസോഡുകളിലും എന്തൊക്കെ സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യൂറേറ്റ് ചെയ്ത ടോപ്പിക്സ് ആണ് ഇപ്പം ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ടൈം വിൽ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ഇഫ് യു ഹാവ് സജഷൻസ് ആൻഡ് ഓൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെഗ്മെന്റ് നമ്പർ 4 എത്തി നിൽക്കുകയാണ്. ഈ സെഗ്മെന്റിൽ ഞാൻ ഓരോരുത്തരായിട്ട് ചോദിക്കാം. നമ്മൾ ആദ്യത്തെ സെഗ്മെന്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് അങ്ങനെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം. ലെറ്റ്സ് ഒരു ഫുൾ സർക്കിൾ ആക്കാം. ഞാൻ ചോദിക്കാൻ പോകുന്നത് വെരി സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് വളരെ ഷോർട്ട് ആൻഡ് ക്വിക്ക് ആൻസേഴ്സ് വേണം നിങ്ങളുടെ കയ്യിൽ നിന്ന്. ഓക്കെ, ഇതാണ് ചോദ്യം. ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ആര് പുറത്തു പോകും? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, ഈ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അഥവാ ലാലേട്ടൻ ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്തായിരിക്കും, സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ ടോപ്പിക് ഏതായിരിക്കും എന്നുള്ളത് ഉള്ളതാണ് ചോദ്യം. സ്റ്റാർട്ട് വിത്ത് എൽവിസ്. ആരായിരിക്കും ഈ ആഴ്ച അക്കോർഡിംഗ് ടു എൽവിസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത്? ഭയങ്കര ഒരു സ്ട്രെയിറ്റ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഒരു 70% കൺഫേം സാധനമാണ്. നിഷാന ഔട്ടാവും. ഇത് വലിയ പ്രവചനമൊന്നുമല്ല, ഇറ്റ്സ് ക്വൈറ്റ് എവിഡൻറ്റ്, ബട്ട് ഇറ്റ്സ് പറയാൻ പറ്റില്ല. ബിഗ് ബോസ് എപ്പോഴും വിജയിക്കുന്ന പോലെ നടക്കണമെന്നില്ല. ഡിസ്കസ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് ഐ ഫെൽറ്റ് ഇസ് ഈ ഐസ്ക്രീം ഇഷ്യൂ.
ഐസ്ക്രീം ഇഷ്യൂ വെറുതെ ഒരു ആവശ്യമില്ലാണ്ടുള്ള രീതിയിലാണ് അവർ എസ്കലേറ്റ് ചെയ്തത്. അത് ലാലേട്ടനൊരു സാധനം എത്തിച്ചു കൊടുക്കണം. ബിക്കോസ് പല പല ആസ്പെക്ട്സ് ഉണ്ട്. ഗബ്രിയുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക ജാൻമണിയുടെ സൈഡിൽ നിന്നും മിസ്റ്റേക്സ് ഉണ്ട്, അപ്സരയുടെ സൈഡിൽ നിന്നും മിസ്റ്റേക്സ് ഉണ്ട്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് ലാലേട്ടൻ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് സംസാരിക്കാൻ നല്ല രീതിയിൽ ചാൻസ് ഉള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കെവിൻ, I think ഒരു 95% Nishana would go out because it's like obvious. Okay, yeah, no reasoning. Let's not have any reasoning here. Yeah. Just answers. Second answer, I feel like Rocky kind of going and destroying that thing with his hand. It should be something that should be addressed. Primarily because അത് ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ it might lead to something more worse. So I feel like that should be addressed. റിയാസ്, ഒന്നാമത്തെ കാര്യം ആരൊക്കെയാണ് നോമിനേറ്റഡ് ആയതെന്ന് എനിക്കറിയില്ല. സോ ഒരാളാണ് പുറത്ത് പോകുന്നെങ്കിൽ ഫോർ ഷുവർ 100% നിഷാന ഈസ് ആൻഡ് നിഷാന ഷുഡ് ഗോ ഔട്ട്. ആൻഡ് ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ എനിക്ക് നോമിനേറ്റഡ് ലിസ്റ്റ് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആൻഡ് തിങ്സ് ഡിസ്കസ് ചെയ്യാനുള്ളത് വീക്കെൻഡ് എപ്പിസോഡിൽ ഐ വുഡ് സേ നമ്മൾ നോമിനേഷനിൽ തന്നെ കണ്ടു ഗബ്രി ആൻഡ് ജാസ്മിൻ ദേ നോമിനേറ്റഡ് ഋഷി. ഓക്കെ, സോ അതിൽ ഒരു കാര്യം പറയാനുള്ളത് ദേ കോൾ ഋഷീനെ ഫ്രണ്ടായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, ബിഗിനിങ് വീക്ക്, അതായത് ഗെയിം തുടങ്ങിയിട്ടേ ഉള്ളൂ. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ. നിങ്ങൾ ഫ്രണ്ട് എന്ന് വിളിക്കുന്ന ഒരാളല്ലാതെ ആ ഗെയിമിൽ വീക്കായിട്ടുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. യു ഹാവ് എൻ ഓപ്ഷൻ ടു നോമിനേറ്റ് സംബഡി എൽസ്, പക്ഷേ യു നോമിനേറ്റഡ് ഋഷി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ആർ കോളിംഗ് ഋഷു. No, don't do that fake shit. Don't do that. If you call somebody friend, stand by it. It's not like, but eventually nominate ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് സമയം ഉണ്ടാവും. ഇവൻച്വലി എല്ലാവരും പരസ്പരം ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോൾ യു ക്യാൻ നോമിനേറ്റ്. I'm not saying why should Lalit discuss that? So that things will escalate more. അങ്ങനെ Veteran verified. കൂടുതൽ ശത്രുത ഉണ്ടാവട്ടെ. അത്രയും ചീറ്റിയ ഒരു ഇഷ്യൂ ലാലേട്ടൻ വന്ന് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യുമ്പോ വെറ്ററൻ പോയിന്റ്. ശ്രീ, ഔട്ടാവാൻ എനിക്കും തോന്നുന്നത് നിഷാന തന്നെയാണ്. പിന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ മറ്റേ ചെറിയൊരു ടാസ്ക് നടന്നിരുന്നു. ആ കപ്പ് ഇങ്ങനെ മുകളിലേക്ക് വെച്ച് പന്തെറിയുന്ന ഒരു സീൻ. അതിൽ റോക്കി ഇങ്ങനെ എറിഞ്ഞു എന്ന് പറഞ്ഞാൽ ആദ്യം അവളിങ്ങനെ വേദന പറഞ്ഞെങ്കിലും അത് ഇത്രയും എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോയത് ഗബ്രിയാണ്. അതിന് കൂടെ ജാസ്മിനും ഉണ്ടായിരുന്നു. അവസാനം എന്നിട്ട് ശീല ചേച്ചി കൈമലർത്തി കാണിക്കുകയും ചെയ്തു. അതിന്നിട്ട് വലിയ ഇഷ്യൂ ബിഗ് ബോസ് വരെ വിളിപ്പിക്കേണ്ടി വന്നു. സോ അതൊരു എന്താ പറയുക, ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞില്ല, പക്ഷെ അങ്ങനെ വേദനിപ്പിച്ചു, അസ്ഥാനത്ത് എറിഞ്ഞു എന്നുള്ളൊക്കെ അലിഗേഷൻസ് വന്നുകൊണ്ട് ദാറ്റ് വുഡ് ബി സംതിങ് ദാറ്റ് വിൽ ബി അപ്പ് ഫോർ ഡിസ്കഷൻ. I feel like Gabri would be thrashed for it. അതാണ് He should be. കാരണം ആവശ്യമില്ലാത്ത എല്ലാവരുടെ മാറ്ററിൽ കയറി അവർക്ക് വേണ്ടി ഗബ്രി സംസാരിക്കേണ്ട ആവശ്യമില്ല. റോക്കിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ ചുളു വിലക്ക് കിട്ടുന്നു. അതായത് ഒരു ചമ്മല് ചെലവില്ലാതെ ഒരു പണി റോക്കിക്ക് കൊടുക്കാൻ. ഫെയർ പോയിന്റ്. അരുന്ധതി, എവിക്ഷൻ ആണെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് കൺഫേംഡ് സാധനം. ബിക്കോസ് എപ്പിസോഡ് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഇറ്റ്സ് നിഷാന. ആൻഡ് ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഈവൻ I might think Jindo പോവോ, but I'm not sure. Jindo is കുറച്ച് ക്യൂട്ടി ആവുന്നതുകൊണ്ട് കുടുംബാവയ്ക്ക് ഫാൻസ് ഉള്ളതുകൊണ്ട് പോവെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ലാലേട്ടൻ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ നോമിനേഷൻ്റെ സീനിൽ ഇപ്പോൾ ജാൻമണി ഇറ്റ് വാസ് സെഡ് ആസ് എൻ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. എന്നിട്ടും ജാൻമണി ഇവർ രണ്ടുപേരും നോമിനേറ്റ് ചെയ്തത് ഋഷിയാണ് എന്നുള്ള സാധനം ജാൻമണി പോയി അപ്പുറത്ത് പറഞ്ഞു. സോ അപ്പോൾ അവരുടെ ഫുള്ളൊരു അടിയായി. ഓപ്പൺ നോമിനേഷൻ അങ്ങനെ പറയാമോ? ഇല്ലേ, ഓപ്പൺ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓപ്പൺ നോമിനേഷൻ. അപ്പോൾ ഡിസിഷൻ മാത്രമേ പറയാവൂ, ഡിസ്കഷൻ പറയാൻ പാടില്ല. അങ്ങനെ ഒരു ക്ലാഷ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നും പറഞ്ഞില്ല, നിങ്ങളത് പറയാൻ പാടില്ല എന്ന്. ഇറ്റ്സ് ഓൾ ദെയർ ഗെയിം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒന്ന് മോഹൻലാൽ ഡിസ്കസ് ചെയ്യണം. കാരണം ഇഫ് അത് അങ്ങനെ പറയാമെങ്കിൽ ഇവർ വെറുതെ ജാൻമോണിനെ കുറെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ യാതൊരു ആവശ്യമില്ല. അതിനൊരു ചാൻസ് ഡിസ്കസ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാതിരിക്കാനും അതിന് ചാൻസ്. ഇഫ് അങ്ങനെ ഒരു റൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഓപ്പൺ നോമിനേഷനിൽ ദേ ഷുഡ് ക്ലിയർ ഇറ്റ്. അല്ലെങ്കിൽ വീണ്ടും ഇമാതിരി ബാഡ് സീൻസ് വീണ്ടും ഉണ്ടാവും. അത് വൺ പോയിന്റ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഇസ് വാട്ട് ശ്രീ ജസ്റ്റ് സെഡ്, എറിയുന്ന സീൻ. ഇഫ് മറ്റേ ഗബ്രിയുടെ സൈഡിലാണോ റോക്കിയുടെ സൈഡ്, കാരണം റോക്കിയുടെ കൂടെ ബാക്കി എല്ലാവരും നിൽക്കുന്നുണ്ട്. അതായത് ബാക്കി എല്ലാവരും എന്താ പറയുന്നത്, എല്ലാവരുടെ മേത്ത് പറഞ്ഞു
എല്ലാവരുടെ കയ്യിലും കൊണ്ട്. ഇവൻ പറഞ്ഞത് 5-6 വട്ടം അസ്ഥാനത്ത് എറിയുന്നുണ്ടെന്നായിരുന്നു. അപ്പൊ ദാറ്റ്സ് അഗൈൻ എ കോൺട്രവേഴ്സി. അപ്പൊ അതിൽ മോഹൻലാലിന് ഇടപെട്ട് ഹലോ ഇതിങ്ങനെയാണ്, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഓവറാക്കാതെ മാറിയിരിക്കും, ഫിസിക്കൽ ഇനിയും അടുത്ത വീണ്ടും വന്നിട്ട് നിങ്ങൾ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് വേദനിപ്പിക്കുന്നു, ആ കാർഡ് ഇറക്കരുത്. ഇഫ് ഇറ്റ്സ് എ ഫിസിക്കൽ ഗെയിം you will get physically assaulted like anything. But Abri was keep like ആണുങ്ങളോട് കളിക്കടാ പെണ്ണുങ്ങളോട് കളിക്കുക, അതെന്താ പെണ്ണുങ്ങളോട് കളിച്ചാലോ? ആ കാർഡ് ചുമ്മാ അനാവശ്യമായി വെറുതെ ഇട്ട് ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അവിടെ എനിക്ക് തോന്നിയ ഒരു വേറെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഫീൽ ലൈക്ക് ലാലേട്ടൻ ഷുഡ് ഓൾസോ ഹൈലൈറ്റ് ദാറ്റ് ഹി ട്രിഗേർഡ് റോക്കി. ഹി വാസ് കോൺസ്റ്റന്റ്ലി ട്രിഗറിങ് ഹിം. മറ്റേ റോക്കിക്ക് ഇപ്പൊ നമ്മൾ റിയാക്ടിൽ കണ്ട PR സെഗ്മെന്റിൽ കണ്ട പോലെ തന്നെ ദാറ്റ് ഈസ് റോക്കി സെഡ് ദാറ്റ് they didn't play an honest game while he himself didn't play an honest game. Exactly. Similarly here, even if he was throwing and he was getting fucked, that was because he was also kind of asking for it. Exactly. അത്രയും ട്രിഗർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് തന്നെ വേണമെങ്കിൽ മോഹൻലാലിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം. ക്ലോസ് തിങ്സ് ഓഫ്. എനിക്ക് തോന്നുന്നു നിഷാന ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് അതിനകത്ത്. അതായത് നിഷാന ആക്ച്വലി കുറച്ച് ഇൻഫ്ലുവൻസർ അല്ലേ പുള്ളിക്കാരി? എന്തോ ഒരു ഫ്രീക്കി എന്തോ പേര് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുതാണ്. ഓക്കെ, സോറി ഒരു കൺഫ്യൂഷനും ഇല്ല. നിഷാന തന്നെയായിരിക്കും പുറത്തു പോകാൻ പോകുന്നത്. As in പുള്ളിക്കാരത്തി had a YouTube channel. She mentioned it. I know. So I heard her telling Radish that എന്നെ നിഷാന എന്ന് വിളിക്കേണ്ട, എന്നെ ഫ്രീക്കി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഫ്രീക്കി അതോ രതീഷ് ചോദിക്കുകയും ചെയ്തു. അപ്പൊ എന്നെ ശരിക്കും പുറത്ത് അങ്ങനെ അറിയുന്നത് ഇപ്പൊ നോറയുടെ ശരിക്കുള്ള പേര് അതല്ല, പക്ഷെ ഇൻസ്റ്റാഗ്രാം പേരും ലൈക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റേജ് നെയിം പോലത്തെ ഒരു പേര് അതായത് കൊണ്ടാണ് അത് കൊടുത്തത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഫ്രീക്കിന്ന് കൊടുത്തേനെ എന്ന് പറഞ്ഞു. നാളെ പോവും ലൈക്ക് പൊക്കോളും പോവാണെങ്കിൽ. അപ്പം ദാറ്റ് ഈസ്. പിന്നെ രണ്ടാമത്തെ കേസ് നോറയ്ക്ക് ഒരു പാറ്റ് ഓൺ ദ ബാക്ക് ഫോർ ബേണിംഗ് ഗബ്രി കൊടുത്ത് എനിക്ക് സന്തോഷമാവും. ദാറ്റ്സ് അതൊരു ഒരു പേഴ്സണൽ മറ്റേ ഒറ്റ തെണ്ടിത്തരം. ആ തെണ്ടിത്തരത്തിന് ചിലപ്പോൾ ഒരു പാറ്റേൺ തോക്കെ കിട്ടി എനിക്ക് ഇഷ്ടപ്പെടും. കൊടുക്കാൻ സാധ്യതയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ജസ്റ്റ് ഗിൽറ്റി പ്ലഷർ. I would say like എനിക്ക് ഡബിൾ എലക്ഷൻ നടത്തി 2 പേരെ പുറത്താക്കിയിട്ട് കുറച്ച് നല്ല 2 പേരെ ആരെങ്കിലും കൊണ്ടുപോവാ. I think that would be better. ആയിരിക്കും നെക്സ്റ്റ് ഇൻ ലൈൻ. Yeah, do that. But Shritu might go. No, they won't. She's the channel face. Yeah, channel face. ഇല്ല. അലീന പീറ്റർ ഒരിക്കലും പോകില്ല ഈ അടുത്തെങ്കിലും. And I also feel like Lalatan should discuss about ശരിക്കും എന്തിനാണ് പവർട്ടി. കാരണം അവർക്കും മനസ്സിലാവുന്നില്ല, നമുക്കും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഒരു പവർട്ടി. ഐ ഫീൽ ലൈക്ക് ലാലേട്ടൻ ഓഡിയൻസിനോടും കണ്ടസ്റ്റൻസിനോടും എന്താണ് പവർ ടീം അല്ലെങ്കിൽ വാട്ട് എക്സാക്ട്ലി ഈസ് യുവർ പവർ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യും. സോ ദാറ്റ് ദ നെക്സ്റ്റ് പവർ ടീം അല്ലെങ്കിൽ ഇപ്പൊ എക്സിസ്റ്റിംഗ് പവർ ടീമിന് അതിന്റെ അർത്ഥം ഫുള്ളി രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. യെസ്, ദിസ് ഹാസ് ബീൻ എ വെരി ഫൺ സെഷൻ. വെരി ഫൺ. വെരി ഫൺ. ഞങ്ങൾക്ക് നമ്മളാണെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്തിടയ്ക്ക് നമ്മൾ ഓവർബോർഡ് പോയി. ഇപ്പം നമ്മൾ അത്രയും ഇൻവെസ്റ്റഡ് ആണ് ഇതിനകത്ത്. സംഗതി ഗിൽറ്റി പ്ലഷർ പരിപാടികളൊക്കെ ആണെങ്കിലും ഇവിടെ കിടന്ന് തല്ലു പിടിച്ചേനെ. നമ്മുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ്, അതുകൊണ്ട് അങ്ങനെ വന്നു പോയതാണ്. That is what we aim to cater to you guys also. നമ്മളുടെ ഏറ്റവും ഒരു നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ എന്നാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും തന്നെ റിയൽ ആയിട്ട് നമ്മൾ നിൽക്കാനും നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കാണുന്ന ബാക്കിയുള്ള റിവ്യൂ പോലെ ഒന്നെങ്കിൽ ഫുൾ ഫിൽറ്റേർഡ് അല്ലെങ്കിൽ പെയ്ഡ് PR ആ ഒരു സെറ്റപ്പ് അല്ല. സൂപ്പർ ടാർഗറ്റ്. പേടിച്ച് ചെയ്യുന്ന ആർമി ആയാലും പിടിക്കും, നേവി ആയാലും പിടിക്കും, എയർഫോഴ്സ് ആയാലും എല്ലാ വള്ളിയും ഞങ്ങൾ പിടിക്കും. എന്ത് വള്ളിയും പിടിക്കും, ആവശ്യം വന്നാൽ മാറ്റിക്കൊണക്കും. This was the Double Standard podcast. Signing off. I think we should introduce ourselves. Oh yeah, before we go. ഞാൻ അവിടുന്ന് ഇത്ര നേരം കണ്ടിരുന്നവർക്കുള്ള ട്രീറ്റ് ആണ്. അവിടെ തുടങ്ങിക്കോ. എൽവിസ്, Kevin, Riya Salam bitches. ശ്രീ, അരുന്ധതി, സച്ചി. And നിങ്ങൾക്ക് സജഷൻസ് എന്തുണ്ടെങ്കിലും do let us know in the comment section. And നമ്മൾ കണ്ട പോലെ interesting reels, if you have any, please send us to our Instagram accounts. Yeah, exactly. On Big Boss. So this was the DSP podcast. ഇനി ഒന്ന് മാറ്റിക്കൊണക്കാം. Bye guys. Done.